Tamil Nadu ആണ് രണ്ട് സ്റ്റേറ്റുകൾ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. We are also expanding into ice cream. Market actually is demanding 1,600 plus. Still is 1,600. It went up to 2 years back, it went up to 3,000. 3,000. Yeah. What could be that magic behind that actually? ഒരു 2 to 3 crores ലോസ് ഉണ്ടായി കഴിഞ്ഞാലും അത് അബ്സോർബ് ചെയ്ത് റീബൗണ്ട് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് സാധിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഏതൊരു കമ്പനിയുടെയും ഒരു ആവശ്യമാണ് ടു സർവൈവ്, to become better, to become bigger. And successful companies are the ones which have developed and which have grown and which have expanded into other areas. If you stick to one small little geographical area, which we have done so far for the last 60 years, your activities and your growth comes to a stagnation point. When a company like KSRTC is making laws, it contributes hugely to the losses made by government companies. So I have even suggested that one experiment could be that we completely sell off KSRTC to the employees. This was never acceptable. I was chairman of KSRTC for a while also. Public sector, private sector, a chief executive work ചെയ്യുന്ന പോലെ very few public sector chief executives can function. Why? Because there will always be an interference from the ministries. Politicians. Yes. I had a lot of resistance. Housing board employees ഓടിപ്പോയി അന്നുണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന മിനിസ്റ്റർ ഉൾപ്പെടെ they were against me. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം അങ്ങനെ പിരിച്ചുവിടാനായിട്ട് പറ്റുന്നു. ഇവർ എന്താ ചെയ്യുന്നത്? അവർ യാതൊരു ജോലിയും ചെയ്യുന്നില്ല. പക്ഷേ കാര്യമായിട്ട് സാലറി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കൈവശത്തിൽ ഗവൺമെൻറ് ലാൻഡ് ഇരിപ്പുണ്ട്. ഉദാഹരണമായിട്ട് ഒരു 17 ഏക്കർ സ്ഥലം കൊച്ചിയിൽ, എറണാകുളത്ത് 17 acres ഓഫ് ലാൻഡ് നിയർ മറീൻ ഡ്രൈവിൽ ഹൗസിംഗ് ബോർഡിൻ്റെ കൈവശത്തിലുണ്ട്, മംഗളവനത്തിൻ്റെ അടുത്ത്. Godrej Agrovet 7% ആണ് margins, net profit margin. Yours is 1%. Now, of course, the last few quarters nothing is there. There's nothing can be calculated on that count. അപ്പോൾ Godrej ഇവരായിട്ട് അവരുടെ റോ മെറ്റീരിയൽസിൻ്റെ വ്യത്യാസം ആയിരിക്കാം. പാല് കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞാലും ബിസിനസ് ഈസ് ബിസിനസ്. ബോട്ടം ലൈൻ ഹാസ് ടു ബി ദ നമുക്ക് ടോപ്പ് ലൈൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് സ്ട്രാറ്റജി മാറ്റി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എക്സ്പാൻഷനിലേക്ക് പോയി ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം അടുത്ത് എഴുതിയിരുന്നൊരു റിപ്പോർട്ട്, യു ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ സം യൂണിറ്റ്സ് ടു ബി എസ്റ്റാബ്ലിഷ് ഇൻ തമിഴ്നാട്, ലീസിലെടുത്തിട്ടുള്ള സ്ഥലത്ത് അല്ലേ? We are looking അതെന്താണ് ആ പ്ലാനിനെ പറ്റി? എക്സ്പാൻഷൻ കർണാടക ആൻഡ് തമിഴ്നാടു ആണ് രണ്ട് സ്റ്റേറ്റുകൾ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. വി ആർ ഓൾസോ expanding into ice cream and already expanded. അത് ചെറിയ തോതിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് പോരാ. We need to concentrate and put in more efforts on marketing and sales. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പ്രൊഫഷണൽ സെയിൽസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. കാരണം without a professional sales force nothing can work out. For example, if you take the ice cream market in Tamil Nadu alone, it's annually it is about 10,000 crores. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ ആ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് അവിടെ ഓപ്പറേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഓൾസോ നീഡ് എ ഗുഡ് സെയിൽസ് ഫോഴ്സ്. സോ റൈറ്റ് നൗ അവർ ഒബ്ജക്റ്റീവ് ഈസ് വി ആർ ലുക്കിംഗ് അറ്റ് okay, we are waiting also for the GT report, but even without the GT report, Karnataka and Tamil Nadu are two states expanded ചെയ്യാനായിട്ട് ഇപ്പോൾ KSE നോക്കിക്കൊണ്ടിരിക്കുന്ന least established. Yes. അപ്പോൾ അധികം സ്പെൻഡിങ് വരില്ല. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതിലേക്ക് എത്രയാണ് നിങ്ങൾ ഫോർസീ ചെയ്യുന്നത് coming 2 years? Probably another exact ആയിട്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. We are looking at something around 300 crores or so. Yes. We will have to go for loans anyway. You don't have money. Yeah, we will have to do that. അതിനെക്കുറിച്ച് ഇപ്പം again I told you, നമ്മൾ ആ ഒരു എക്സ്പാൻഷനിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ടു റേസ് മണി ഫോർ ദാറ്റ്. യു ഹാഡ് എ പ്ലാൻ ലാസ്റ്റ് ഇയർ ഓൾസോ ടു റേസ് സം 300 crores. Yes, but we have now put it on the back burner because we feel that we need a little bit of professional assistance ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് GTയുടെ റിപ്പോർട്ട് വരുന്ന വരത്തേക്ക് we have put things on hold.
So I want to have a look at that. I want to study what professionals are recommending in this case. ആ റെക്കമെൻഡേഷന് വന്നു കഴിഞ്ഞിട്ട് അതും നമ്മളുടെ കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരുമായിട്ടൊരു തറോ ആയിട്ടുള്ളൊരു ഡിസ്കഷൻസ്, ബിക്കോസ് വി ഓൾസോ നീഡ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് വാട്ട് ദേ ഹാവ് ടു സേ, ബിക്കോസ് ദേ ഹാവ് ബീൻ ഇൻ ദ മാർക്കറ്റ്. ആ ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ. ഷെയർ ക്യാപിറ്റലും വളരെ ചെറുതായിട്ടുള്ള ഷെയർ ക്യാപിറ്റലാണല്ലോ, 3.2 crore. വെൽ, ദിസ് ഈസ് തോട്ട് ഷെയർ ക്യാപിറ്റൽ എക്സ്പാൻഷനെ സംബന്ധിച്ച്, ബട്ട് നോ സീരിയസ് ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ഇൻ ദാറ്റ് റിഗാർഡ് സോ ഫാർ. അങ്ങനെ എടുത്തിട്ടില്ല. അത് പല കമ്പനീസും ഷെയർ ക്യാപിറ്റൽ ബേസ് എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. കൂടുതലായിട്ടുള്ള വെഞ്ചേഴ്സ് അത് ഫൈനാൻസ് ചെയ്യുന്നത് വൺ വേസ് ബൈ എക്സ്പാൻഡിങ് യുവർ ഷെയർ ക്യാപിറ്റൽ ബേസ്. അത് it is one of the, you can demand a big premium on the share price. It is one of the things which of course, as I told you, this is a matter for the board to reflect upon, evaluate and take a decision. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത്, നിങ്ങൾ കമ്പനീസ് ലക്കി, മേ ബി ഇറ്റ്സ് ഗുഡ് വിൽ. ഞാൻ നോക്കുമ്പോൾ അറൗണ്ട് 500 rupees ബുക്ക് വാല്യൂ. Market actually is demanding 1,600 plus. Still is 1,600. It went up to 2 years back. It went up to 3,000. 3,000. Yeah. What could be that magic behind that actually? ഇപ്പോൾ ലോസ്, കണ്ടിന്യൂസ് ലോസ് ഉണ്ടാക്കിയിട്ടും 4 times ബുക്ക് വാല്യൂ മാർക്കറ്റിൽ വരാമെന്ന് പറയുന്നത്. Because the company goodwill plus the company's assets കാര്യമായിട്ടുണ്ട്, അതിൻ്റെ ക്യാഷ് റിസർവ്സ് ഉണ്ട്, അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒക്കെ കൂടിയാലും നെറ്റ് വർത്ത് വന്ന് 220 ഉള്ളൂ, 220 crores ഉള്ളൂ. അതെല്ലാം കൂടിയിട്ട് വരുന്ന സാധനം 220 ഉള്ളൂ, എല്ലാ അസറ്റ്സും കൂട്ടി. അല്ല, യുവർ നെറ്റ് വർത്ത്. I agree. I'm not denying that. But the point is that ഒരു 2 to 3 crores ലോസ് ഉണ്ടായി കഴിഞ്ഞാലും അത് അബ്സോർബ് ചെയ്ത് റീബൗണ്ട് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് സാധിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ബിക്കോസ് we have 50% of the Kerala's market, cattle feed-inde കാര്യത്തിനകത്ത്. So we are hoping that by our actions Tamil Nadu and Karnataka പോയി കഴിയുമ്പോഴത്തേക്കും ആ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൂ. Plus KSE has a good name, so therefore there are a lot of people who would like to buy into KSE's shares. So therefore there is a certain amount of demand for it. Further diversification, of course, you enter into ice cream. ശരിയാണ്, അതൊരു എലൈഡ് ആയിട്ടുള്ള സംഗതിയാണ്. കോക്കനട്ട് കാൻഡിയിൽ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻ ഉണ്ടോ വിത്ത് യുവർ ഗുഡ് വിൽ, ലിവറേജിങ് യുവർ ഗുഡ് വിൽ? That is an idea, but as I told you, I would like to lay my hands on a professional report and see what their thought processes are before committing on anything. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് ഈ ലീസ്, നമ്മൾ നമ്പർ പറഞ്ഞില്ല, എത്ര യൂണിറ്റ്സ് ആണ് ഇൻ ദ കമ്മിങ് 2 years സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാൻ in Karnataka and Tamil Nadu, no? ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ഒരെണ്ണം, അംബാസമുദ്രത്തിലെ ഒരെണ്ണം ഓൾറെഡി ലീസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നടത്തുന്നുണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള അഡീഷണൽ യൂണിറ്റ്സ് എന്തുമാത്രം വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് മാറ്റർ ഈസ് അണ്ടർ കൺസിഡറേഷൻ. സോ അതിൻ്റെ ഒരു നമ്പറായിട്ട് ഇത് ഫിക്സ് ചെയ്തിട്ടില്ല, നോട്ട് യെറ്റ്. നമ്മൾ ഗോദ്രേജ് അഗ്രോവറ്റിലേക്ക് വീണ്ടും വരാം. നിങ്ങളുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അറൗണ്ട് 500 crores. 600, I think. Yeah, it could. Okay. Of course, it would. So it could be a very easy target for takeover, and it has got a history also. Now, Godrej Agrovet, I think 7% is 7% share. Actually, I have met with Mr. Davies. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് Agrovet approach for that 20% stake which he has now, which you know in fact. Yes. You yourself has got a stake. Or yes, the family. Yes. Yeah, I mean our family holds about 20% 20% stake, and 26% among the other promoters, and 1-2% is the maximum one holds now. No, true. Within the other promoters. True. അപ്പോൾ അവരെ ഗ്യാദർ ചെയ്ത് കിട്ടാനും പറ്റും ഗോദ്രേജിന് ഈസി ആയിട്ട്. Yeah, I cannot comment on what Godrej 7 is with them now. Godrej thinks, you see, because this is a market operation.
companies always try to take over other companies. But Godrej must have seen that we are doing a good job in Kerala. Goodwill again. Goodwill. അവർക്ക് ചെയ്യാൻ വിചാരം. They might want to capitalize on that. Maybe that is the reason why they are interested in us. But right now, we have no plans to sell. വിട്ടു കൊടുക്കണില്ലേ? നിങ്ങൾ വിചാരിച്ചാൽ പറ്റും, പക്ഷെ അതങ്ങനെ ചെയ്യില്ല പെട്ടെന്ന് അല്ലേ? Why should we? There's no, because we can turn this company. You should do that actually. We can turn. The company's net worth is only 200, market cap is 500. You can demand much more than the market cap. We would certainly like you can to even demand 1,000 turn around this company, and we would like to make it more professional. And therefore, at this juncture, we have no. You will resist the takeover bids from anyone. Resist ചെയ്യാന്ന് വെച്ചാൽ ലീഗലായിട്ട് നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ലോ അലൗസ് പീപ്പിൾ ടു അതർ കമ്പനീസ് ടു ബൈ ഇൻ ടു ഷെയർസ് ബട്ട് ദെൻ KSEയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് പീപ്പിൾ ഡു നോട്ട് വാണ്ട് ടു സെൽ ഓഫ് ദെയർ ഷെയർസ് ബിക്കോസ് they would like to keep it. Our shareholders numbers are limited. Only 32 lakh is the total share capital, it seems. Or 32 lakh people. 34 lakhs. 34 lakhs. 34 lakhs. That is very small. Even here there are other companies also like that Kitex. That is only very small capital. 6.6 crores or something. സോ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് എളുപ്പമാണ്. കുറച്ച് ക്യാപിറ്റൽ കുറച്ച് ഷെയർസ് കൊടുത്താൽ കുറച്ച് കാശ് കൊണ്ട് വലിയ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഏതൊരു കമ്പനിയുടെയും ഒരു ആവശ്യമാണ് ടു സർവൈവ്, to become better, to become bigger. And successful companies are the ones which have developed and which have grown and which have expanded into other areas. If you stick to one small little geographical area, which we have done so far for the last 60 years, your activities and your growth comes to a stagnation point. To grow further, we have to go pan-India. So across India. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രം, ബിക്കോസ് കാറ്റിൽ ഈസ് നോട്ട്, ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു കേരള alone. North has got more. North has got more, West has got more, East has got more. എല്ലാവർക്കും ഇവരൊക്കെ കൂടുതലായിട്ടുണ്ട്. So why shouldn't we? Because we have a good name, we have goodwill, and once we have a good marketing and sales force exclusively dedicated for other states which we employ and build up and employ, then I think we should be able to expand without any problem. 50% of the market share in Kerala എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമാണോ അത് ടോട്ടൽ മാർക്കറ്റ് ഷെയർ? there are so many units in unorganized sector as well. Total market share. ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ ഒരു ടാർഗറ്റ് ആക്കിയോടെ അതുകൊണ്ട് ഈസി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ആവില്ല. കണ്ടമാനം അൺഓർഗനൈസ്ഡ് സെക്ടറിൽ കണ്ടമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ബൈ ഔട്ട് ചെയ്യാൻ ഈസി ആയിട്ട് ബൈ ഔട്ട് ചെയ്യാമല്ലോ അല്ലേ? We are thinking about that, but that again, it is a matter, a policy matter. Again, Grant Thornton has to come. You see, I am a person who does not like to do anything without the assistance of data. Some people take intuitive decisions, thinking that, okay, this is what I feel. Intuition. This is what my gut feel is. Gut feel. I would rather rely on solid data, because that helps you to plan. It helps you to calculate, and it also helps you to take calculated risks. Anything which you do without the help of data is a shot in the dark. You don't know where it goes. Sometimes you're lucky, you hit it. You hit your target. But most of the time, you don't. So that is why I'm waiting for the data. നമുക്കൊരു ഇൻഡസ്ട്രിയൽ കൾച്ചറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്, കർണാടക, തമിഴ്നാട് നോക്കുമ്പോൾ ഗവൺമെൻറ്റൽ കമ്പനീസ് പറയുന്നത്, ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് പറയുന്നത് മേ ബി വെരി ഫ്യൂ കമ്പയർഡ് വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ്. ഇവിടെ നോക്കുമ്പോൾ ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് പറയുന്നത് അറൌണ്ട് 100 കമ്പനീസ്, 120 കമ്പനീസ്. പ്രൈവറ്റ് സെക്ടറിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സൈസുള്ള സ്കെയിലുള്ള എത്ര കമ്പനീസ് ഉണ്ട്? കുറച്ച് കമ്പനീസാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, എൻ്റർപ്രൈസസ് വളരെ കുറവായിട്ട് നിൽക്കും. ബാക്കി ഒരു സ്റ്റേറ്റിലും ഇല്ല അങ്ങനെ. ഇനി ഉള്ളവർ തന്നെ പലരും പ്ലാൻ ചെയ്യുന്നത് അവർ ഹെഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നുണ്ട് പോലും, അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം മേ ബി ഒരു പ്രഷർ കൊടുക്കാനായിരിക്കും ഗവൺമെൻറ്റിന്
corporate tax in the 40% state is getting. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള പ്രഷർ കൊടുക്കാനായിരിക്കും. See, there are historical reasons for that. Unfortunately, Kerala, in the minds of people, industrialists outside Kerala, Kerala has a slightly negative image. They are scared because we have conducted so many seminars and so many programs and functions to attract industrialists. They come for seminars and meetings, we discuss, etc. But the investment does not reach or is not commensurate with the efforts which we have put in. I would say that there is a little bit of a negative image. Why it has happened is that in the 80s and early 90s, Kerala trade unionism was very, very militant. This is a fact which trade union people will not acknowledge. But everybody else in Kerala, other than the trade unions, will say this thing. I have seen it happen. Innumerable number of examples. It is something which we should admit when we do introspection. We should admit, we should look at our weak points and understand why it has happened and try to rectify. So that militant trade unionism has stifled industrial growth to a great extent. Now we are slowly coming out of it. Trade union leaders and trade union people, they are also realizing that it is counterproductive. But then already an image is created. Now when you have an image, to shed that image and to have a new clock, it takes time. For example, in the 80s, ബീഹാർ സ്റ്റേറ്റിന് നമ്മളെല്ലാം പറഞ്ഞിരുന്ന ഒരു പേരുണ്ടായിരുന്നു. ബീഹാർ, പിന്നെ യു പി, അതിനടുത്തുള്ള 2-3 സ്റ്റേറ്റുകൾ. In Hindi we used to call it Bimaru states. Bimaru states എന്ന് വെച്ചാൽ these are 6 states. And Bihar was notorious. Why? There was absolute lawlessness in Bihar. And there was nothing in Bihar. And it was considered ഇന്ത്യയുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ബ്ലോച്ച് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഇതായിരുന്നു. ആ പേരിൽ നിന്ന് ബീഹാർ സ്ലോലി ഇറ്റ് ഹാസ് കം അപ്പ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. പക്ഷേ എന്നിരുന്നാലും സ്റ്റിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് മെനി പീപ്പിൾ ദ ഓൾഡ് നെയിം ബിമാരു, സുഖമില്ലാത്ത വ്യക്തി എന്നുള്ള ദാറ്റ് നെയിം സ്റ്റിൽ റിങ്സ്. സിമിലർലി കേരളത്തിനും അങ്ങനെ ഒരു പ്രശ്നം പറ്റി. ആ പ്രശ്നം മൾട്ടിഫേസഡ് ഇഷ്യൂ കേരളത്തിൻ്റെ. ആ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു ഫാമിലി ബേസ്ഡ് ബിസിനസ് റൺ ചെയ്യുന്നു, ഹെഡഡ് ബൈ എ ഫോമർ IAS ഓഫീസർ, സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻകറിങ് ലോസസ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് കമ്പനീസ് ലോസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് എ പോയിന്റ് ഇൻ ഫാക്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് കമ്പനീസിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെൻറ്റ് വരികയാണെങ്കിൽ 20% 30% ഓഫ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഫണ്ട് ഉണ്ടാക്കുന്ന ഗവൺമെൻറ്, അറ്റ് ദ സെയിം ടൈം വിൽ ഗെറ്റ് എ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ടു റൺ ദ കമ്പനീസ്. അത് നല്ല സജഷൻ അല്ലേ? ശരി, ഇതിന് ഇപ്പോൾ KMR കൊടുത്തെന്ന് വെച്ചാൽ ബില്യൺസ് കിട്ടും. പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഫോർ എക്സാമ്പിൾ, കേന്ദ്ര ഗവൺമെൻറ് ഹാസ് സോൾഡ് ഓഫ് സെവറൽ ഇറ്റ്സ് കമ്പനീസ്. ഇപ്പോൾ എയർ ഇന്ത്യ സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റിസ്റ്റ് ഓറിയൻറ്റേഷനുള്ള പാർട്ടീസൊക്കെ സ്റ്റേറ്റിൻ്റെ അസറ്റ്സ് വിറ്റ് കളയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ ലോസസ്. 50,000 crores ലോസസ് ആണ്, അക്യുമുലേറ്റഡ് ലോസസ് ആണ്. സ്റ്റേറ്റിൻ്റെ അസറ്റ്സ് എല്ലാം വിറ്റ് കളയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാർജ് കൊണ്ടുവന്നു. ബട്ട് ദി യൂണിയൻ ഗവൺമെൻറ് വെന്റ് അഹെഡ് ആൻഡ് ഡിഡ് ഇറ്റ്. I think it was a good thing. Why? Because ഒരു കാലഘട്ടത്തിൽ ഏവിയേഷൻ സെക്ടറിൽ വേറെ പ്ലെയേഴ്സ് ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഏവിയേഷൻ സെക്ടർ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 1957 അന്ന് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തു. 57 പോളിസിയിൽ ചില സെക്ടറിൽ മാത്രമേ പ്രൈവറ്റ് പ്ലെയേഴ്സ് അലൗഡ്, ബാക്കി ചില സ്ട്രാറ്റജിക് സെക്ടറുകളെല്ലാം ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നതോടുകൂടി ഏവിയേഷൻ സെക്ടറിൽ ഗവൺമെൻറ്റിന് വലിയ കാര്യമായിട്ട് റെഗുലേഷൻ ഒഴിച്ച് പ്രാധാന്യം ഇല്ലാതായി. അതിൻ്റെ ആവശ്യമില്ല. ഗവൺമെൻറ് ഇപ്പോൾ ഒരു എയർലൈൻ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യണം. അതിന് വി ഹാവ് ദ മിനിസ്ട്രി ആൻഡ് വി ഹാവ് DGCA. അപ്പോൾ ആ എയർലൈന് കൊടുത്തത് കൊണ്ട് കിട്ടിയ പണം കൊണ്ട്
ഗവൺമെൻറ്റിന് മറ്റ് നീഡി സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ വൈസ് ഡിസിഷൻ. എന്തായാലും എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൊടുത്തിട്ട് അധികം കിട്ടിയില്ല, വളരെ കുറച്ചതിന് കിട്ടി. Whatever it is better than incurring losses year after year. However, this is not acceptable to left-oriented political parties, because their thinking is that private and individual ownership അത് വേണ്ട എന്നുള്ള ഒരു തിങ്കിങ്ങാണ്. ഫോർ എക്സാമ്പിൾ ഈ കമ്മ്യൂണിസം സോഷ്യലിസം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സംഗതി പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, അതിൽ കാര്യമൊന്നുമില്ല, കളക്റ്റീവ് ഓണർഷിപ്പാണ്. ഹവർ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കളക്റ്റീവ് ഓണർഷിപ്പ് കനോട്ട് ക്രിയേറ്റ് വെൽത്ത്. ഇല്ല, ഇൻഡിവിജ്വൽ ഓണർഷിപ്പിന് മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നോവേഷൻസ് റിസ്ക് എടുക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരത്തുള്ളൂ, ആൾക്കാർ ഇന്നോവേറ്റീവായിട്ട് മുന്നോട്ട് വരത്തുള്ളൂ. സി വൈ ഇസ് ഇറ്റ് ദാറ്റ് അമേരിക്ക ഈസ് എ ലാൻഡ് ഓഫ് ഇന്നോവേഷൻസ് ആൻഡ് ദ ബിഗസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്? വൈ? ദ മാക്സിമം നമ്പർ ഓഫ്, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ദ മാക്സിമം നമ്പർ ഓഫ് ടീനേജ് മില്ലിനേഴ്സ് ദാറ്റ് ഈസ് ബിലോ 19 ആർ ഇൻ അമേരിക്ക. ഇന്ത്യയിൽ എത്ര ടീനേജ് മില്ലിനെയർ ഉണ്ട്? ഒരുപക്ഷെ സ്വന്തം ഫാമിലിയുടെ ബിസിനസ് കൊണ്ട് മില്ലിനേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ടീനേജ്. വൈ? It is a culture, it is a nation which always encourages individual initiatives, it encourages a risk-taking, it does not believe in collective ownership. ബിലീവ് ചെയ്യുന്നില്ല. അപ്പോൾ കളക്റ്റീവ് ഓണർഷിപ്പ് ബിലീവ് ചെയ്യുകയും ഇൻഡിവിജ്വൽസിനെ റിവാർഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഓറിയൻറ്റേഷനുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ പെർഫോം ചെയ്യാനായിട്ട് ഈ കൾച്ചറൽ ഈത്തോസ് മാറി മാറി വരേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഈത്തോസ് മാറാനായിട്ട് ഇറ്റ് മൈ ടേക്ക് 25 years, another 50 years perhaps, I don't know. But ഇൻഡിവിജ്വൽസിനെ റിവാർഡ് ചെയ്യുകയും ഇന്നോവേഷൻസ് റിവാർഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി റിവാർഡ് ചെയ്യുകയും ചെയ്യുന്ന, അത് മാർക്കറ്റിൽ അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റം ഇല്ലാതെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് യുവർ GDP ആൻഡ് ഇൻക്രീസ് യുവർ പെർ ക്യാപിറ്റ ഇൻകം. ഇപ്പം GDP ഇൻക്രീസ് ചെയ്തെന്ന് എല്ലാവരും പറയാം, പക്ഷേ GDP ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ GDPയുടെ ഭൂരിഭാഗം പേര് 1-2 പേരുടെ കയ്യിലായിരിക്കും അതിൻ്റെ ഇത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. വാട്ട് റിയലി മാറ്റേഴ്സ് ഈസ് ദാറ്റ് വാട്ട് ഈസ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ സിറ്റിസൺ. പെർ ക്യാപിറ്റ ഇൻകം വിച്ച് ഗോസ് ടു ദ സിറ്റിസൺ കാൽക്കുലേഷനിൽ കിട്ടും. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. അതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആകത്തുള്ളൂ, സിറ്റിസൺസ് ഹാപ്പിയർ ആകത്തുള്ളൂ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ സാധിക്കും. ഇതൊരു തിയറി. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാച്ചുറൽ റിസോഴ്സസും ഇല്ല. അവരൊക്കെ ഇൻകം എന്ന് പറയുന്നത് സ്കെയിൽ തന്നെ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, എന്നിട്ടും ദുബായ്ക്ക് ഒന്നുമില്ല. വെറും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ഇൻകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ സാധിക്കാവുന്ന ഒരാളുടെ വിഷനായിരിക്കാം, ഷെയ്ഖ് മുഹമ്മദിൻ്റെ മാതിരിലൊരു വിഷനായിരിക്കാം. പോസിബിൾ. See, your leadership has to have a vision that creation of, നമ്മുടെ നാട്ടിൽ wealth creation traditionally is considered not good. പണം ഉണ്ടാക്കുക ടാബു ആണ്, അതൊരു ടാബുവാണ്. അത് പൊളിറ്റിക്കലി ഒരു ടാബു ആയിരുന്നു. റിലീജിയൻസ്, പക്ഷേ പൊളിറ്റീഷ്യൻസിൻ്റെ കുഴപ്പമില്ല, ടാബു അല്ല. ഐ എം നോട്ട് ഗോയിങ് ടു കമന്റ് ഓൺ ദാറ്റ്. റിലീജിയൻസ് അതുപോലത്തെ ഒരു ടാബു അവരും അത് പ്രാക്ടീസ് ചെയ്തു. കാരണം എന്താണ്? ബീയിങ് റിച്ച് ഈസ് എ സിൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ വന്നുപോയി. അല്ല, അത് നമ്മുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ധനവാൻ ഒട്ടകം സൂചികളിലൂടെ കിടക്കണം എന്നുള്ള കൺസെപ്റ്റ് ഇഷ്ടംപോലെ. ഞാൻ എയർലൈൻസിൽ കയറുന്നത്, ഐ ഹാവ് ക്ലോസ്ലി വാച്ച് ദിസ്, സ്റ്റഡീഡ് ഓൾസോ. എനിക്കൊന്ന് ഒരു എയർലൈൻ ഇൻഡസ്ട്രിയും അധികം കാലം നിൽക്കില്ല. നമ്മൾ നോക്കുക പഴയ എയർലൈൻ ഇൻഡസ്ട്രി എത്ര എണ്ണം ബാക്കിയിരുന്നത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമിറേറ്റ്സ്, ഞാൻ ദുബായിൽ എമിറേറ്റ്സ് എയർലൈൻസ്, അവർക്ക് പ്രോഫിറ്റ് മാർജിൻ 1% ആണ്. റൺ ചെയ്യാൻ പറ്റില്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതുമാത്രമല്ല, ആളുകളുടെ ആവശ്യം ഇനി റേറ്റ് ഫെയർ കുറയ്ക്കുന്ന അങ്ങനെയുള്ളൊരു ഡിമാൻഡ് നിൽക്കണം. ഉള്ള ഫെയർ കൊണ്ടാണ് നടക്കാണ്ട് വരുന്നത്. എനിക്ക് എയർലൈൻ ഇൻഡസ്ട്രി ജസ്റ്റ് പറഞ്ഞപ്പോൾ മെസ്സേജ് ഒന്ന് മാത്രം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് പോയി നന്നായെന്ന് പറയാം, സ്റ്റാറ്റിക്ക് കൊടുത്തുകൊണ്ട്. എന്തായാലും നമുക്ക് ഇനി ഇങ്ങനത്തെ ഡിസ്കഷൻസ്, ഞാൻ അതിനു വേണ്ടി കൂടി കൂടുതൽ സമയം ചെലവഴിച്ചത് കേരള ഡിസ്കഷൻ. നമുക്ക് ഇനിയുള്ള ഞാൻ നെക്സ്റ്റ് IAS ഓഫീസേഴ്സിന് IFS ഓഫീസർ കുറച്ചും കൂടി അവർക്ക് കുറച്ച് തിങ്ക് ടാങ്കിന് വെച്ചു, ഇൻ്റലിജൻഷ്യലിനെ
കുറച്ച് പേര് കൊണ്ടുവന്ന് ഡിസ്കഷൻസ് നമുക്കൊന്ന് കൊണ്ടുവരണം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. Thank you very much. Thank you very much, Mr. Joshi.